സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് ഒരു തെമ്മാടിയായ മനുഷ്യൻ ജീവിച്ചിരുന്ന കഥ പറയുന്നുണ്ട്. കാന റജുലുൻ ഫീ ഖൗമി സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു മനുഷ്യനുണ്ടായി. അയാൾ തനിച്ച തെമ്മാടിയായി, വളരെ വൃത്തികെട്ടവനായിരുന്നു. എല്ലാ തരത്തിലുള്ള ദൂഷ്യ പ്രവർത്തനങ്ങളും ആ മനുഷ്യന്റെ കൈവശമുണ്ടായി. അയാൾ മദ്യപിക്കും, വൃത്തികേട് ചെയ്യും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, കുട്ടികളെ വഴിതെറ്റിക്കും, എല്ലാം വൃത്തികേട്. നമ്മുടെ ഈ പ്രദേശത്ത് തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ കുട്ടികളെ മോശത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ സമുദായത്തിലും അതുപോലെ തന്നെ അന്യ സമുദായത്തിലും വരെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും. തെറ്റിന് ജാതിയൊന്നുമില്ല. മദ്യപാനി വന്നാൽ അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ദോഷമാണ്. ഇയാൾ വളരെ വലിയ ശല്യക്കാരൻ. ആളുകൾ എല്ലാവരും നേരെ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, നബിയെ, ഈ മനുഷ്യനെ കൊണ്ട് വല്ലാത്ത ശല്യമായി, ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായി, ഇവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ മനുഷ്യൻ ഇവിടെ ജീവിച്ചാൽ തലമുറ നശിക്കും, അത്ര വൃത്തികേടാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്ന് അവർ കരഞ്ഞുകൊണ്ട് പ്രവാചകനോട് സങ്കടം ബോധിപ്പിച്ചു. പരിശുദ്ധ പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബിനോട് ദുആ ചെയ്തു. താരീഖിന്റെ കിതാബിലുണ്ട്, ആ ജനങ്ങളോട് അല്ലാഹു സ്വാലിഹ് നബി തങ്ങൾക്ക് നൽകിയ ഉറപ്പ് അദ്ദേഹം കൊടുത്തു. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, അവൻ നാളെയും കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ. അവന്റെ റൂഹ് പിടിക്കാൻ പടച്ചറബ് തീരുമാനിച്ചു. അവന്റെ കാര്യം പടച്ചവൻ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വിഷമിക്കണ്ട, ഈ ഭൂമുഖത്ത് അവൻ നാളെയും കൂടി മാത്രമേ ഉണ്ടാകൂ, നിങ്ങൾ പേടിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച വഹീ പ്രവാചകൻ നേരിട്ടങ്ങ് പറഞ്ഞു. ജനങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി. ജനങ്ങൾ സന്തോഷത്തോടുകൂടി അവന്റെ ശല്യം നീങ്ങിയല്ലോ. നേരിട്ട് അവരെ ഏറ്റുമുട്ടി നശിപ്പിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അത്രയും ശക്തനാണ് അവൻ, തമ്മാടിയാണ് അവൻ, എന്തും ചെയ്യും അവൻ. അതുകൊണ്ട് തന്നെ ഒരു കലാപം ഉണ്ടാക്കാൻ നിൽക്കാതെ പ്രവാചകരോട് പരാതി പറയുന്ന മാന്യമായ സമീപനമാണ് അവർ സ്വീകരിച്ചത്. പ്രവാചകർ പറഞ്ഞ മറുപടിയാണ് താരീഖിന്റെ കിതാബിലുള്ളത്. നേരം പുലർന്നു, ആളുകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ഇന്നുകൂടി ഇവന്റെ ശല്യം കഴിഞ്ഞല്ലോ. ഇവന്റെ തൊഴിലെന്താണ്? എല്ലാ ദിവസവും രാവിലെ അവന് കയറെടുത്ത് ഒരു മഴുവെടുത്ത് കാട്ടിലേക്ക് മല കയറി അവിടെ ചെന്ന് അവൻ വിറക് ശേഖരിച്ചത് കിട്ടി ഭദ്രമാക്കി വൈകുന്നേരമാകുമ്പോഴേക്കും അങ്ങാടി നിറങ്ങി വരും. ആ വിറക് വിൽക്കും. അരോഗ ദൃഢഗാത്രനാണ്. അത് വിൽക്കാനുള്ള കഴിവും വെട്ടിക്കൊണ്ടുവരാനുള്ള കഴിവും അവനുണ്ട്. മലയിലൂടെ അത് ഏറ്റിറക്കി കൊണ്ടുവന്ന് വിറ്റ് അതിന്റെ പണം കൊണ്ട് അവൻ എല്ലാ വൃത്തികേടും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ പിന്നെയും പോകും. ഇതാണ് അവന്റെ പൊതുപതിവ്. ഇതനുസരിച്ച് ജനം നോക്കി നിൽക്കെ അവനതാ കയറി പോകുന്നത് അവർ കണ്ടപ്പോൾ അവർ കൗതുകത്തോടെ നോക്കി നിന്നു. ചില ആളുകൾ അവസാനത്തെ നോട്ടമാണ്, ഇനി അവൻ തിരിച്ചു വരില്ല. ഒരു വിട പറയുന്നവരുടെ നോട്ടത്തോടു കൂടി സന്തോഷത്തോടെ ശല്യം നീങ്ങിയല്ലോ എന്ന ആത്മാ നിർവൃതിയിൽ അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ അത് ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്ത് അവരെ അത്ഭുത പരതന്ത്രരാക്കിക്കൊണ്ട് അസറിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ വിറകിന്റെ കെട്ടുമായി പതിവ് പോലെ ഇറങ്ങി വരും. ഇതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇന്നും അവൻ വിറകിന്റെ കെട്ടും കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിട്ട് തമ്മാടിത്തം ചെയ്യാൻ പോവുകയാണല്ലോ. ആളുകൾ ഇത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ചില ആളുകൾ ഒരുമിച്ച് കൂടുന്നു. വീണ്ടും അവരിൽ ചിലർ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കും. പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ഇന്ന് മരിച്ചു പോകുമെന്ന് അല്ലാഹു ഉറപ്പ് തന്നു എന്ന് ഞങ്ങൾ അറിയിച്ച മനുഷ്യനതായി ഇറങ്ങി വരും. പ്രവാചകർ ചോദിച്ചു, അങ്ങനെ ഉണ്ടായോ? അത് അവൻ തന്നെയാണോ? നിങ്ങൾ നോക്കിയോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആളുകൾ പ്രവാചകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾ കണ്ടു. നിങ്ങൾ അങ്ങനെ തന്നെയാണോ കണ്ടത്? അവർ ഉറപ്പിച്ചു പറഞ്ഞു. താരീഖിന്റെ ഗ്രന്ഥത്തിലുണ്ട്, ലഖദ് ജാഅ ബിഹതബിഹി സാലിമാ. തീർത്തങ്ങ് പറഞ്ഞു, ലഖദ് ജാഅ ബിഹതബിഹി സാലിമാ. അവന്റെ വിറകിന്റെ കൂട്ടം കൊണ്ട് സുരക്ഷിതനായിട്ട് വന്നിട്ടുണ്ട്, സുരക്ഷിതനായി വന്നിട്ടുണ്ട്. ലഖദ് ജാഅ ബിഹതബിഹി സാലിമാ. അവൻ നേരെ വിറകിന്റെ കെട്ടുകൊണ്ട് വരികയാണ്. പ്രവാചകർക്ക് പോലും ഒരു അത്ഭുതം. അങ്ങനെ സംഭവിക്കാൻ വകയില്ല. പരിശുദ്ധ പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനൊന്ന് വിളിച്ചു കൊണ്ടുവരുമോ? അങ്ങാടിയിലേക്ക് വിറക് കെട്ടുമായി വിൽക്കാൻ പോകുന്ന മനുഷ്യനെ പോയി വിളിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നു. വിറകിന്റെ കെട്ടം ചുമന്നുകൊണ്ട് ജനമധ്യേ പ്രവാചകർക്ക് മുമ്പിലുള്ള പരാതിക്കാരായ ജനങ്ങളുടെ മുമ്പിൽ അവൻ വന്നു നിന്നു. അപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ് നബി തങ്ങൾക്ക് അവന്റെ കാര്യത്തിൽ മറ്റൊരു വഹീ കൊടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ട് അവൻ മരിച്ചില്ല എന്നതിന്റെ മറുപടി അല്ലാഹു കൊടുത്തു കഴിഞ്ഞിരുന്നു. ഉടനെ തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി അവനോട് ചോദിച്ചു. അവന്റെ വിറകിന്റെ കെട്ട് താഴെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഇന്ന് നീ സാധാരണ ചെയ്യുന്ന പതിവ് പ്രവർത്തനത്തിൽ നിന്ന് ഭിന്നമായി എന്താണ് നീ ചെയ്തത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വിറക് ശേഖരിക്കാൻ വേണ്ടി മലയിലേക്ക് പോകും. വിറക് വെട്ടും, അത് ബന്ധിച്ച് കൊണ്ടുവന്ന് വിൽക്കും, പണമെടുക്കും, പ്രവർത്തിക്കും. മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ഒന്നുകൂടി ചിന്തിച്ച്, ഇന്ന് നീ സാധാരണ ചെയ്തതിനേക്കാൾ എന്തോ ഒന്ന് വേറെ ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റം. അയാൾ പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. പ്രവാചകർ പറഞ്ഞു, ചെയ്തിട്ടുണ്ട്.
അയാളോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നീ ശരിക്കും ചിന്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു ചെറിയ സംഗതി ഉണ്ട്. അത് അയാൾ അത്ര ഗൗരവമായി എടുത്തിട്ടുമില്ല. എന്താണ്? ഞാൻ എന്നും പ്രഭാതത്തിൽ എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അഥവാ രാവിലെ ഞാൻ അധ്വാനിക്കാൻ വേണ്ടി പോകുമ്പോൾ 2 വലിയ റൊട്ടി ഉണ്ടാക്കി ആ വലിയ ഹുബസ് അത് മുഴുവനായി കഴിച്ചിട്ട് വയറ് വരച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത്. ഇന്ന് ഞാൻ ഒരു റൊട്ടി കഴിച്ചു. അത് കഴിച്ച് ഞാൻ രണ്ടാമത്തേത് എടുത്ത് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് എന്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ദിവസങ്ങളോളം അന്നം കിട്ടാതെ വിശന്ന വയറുമായി ഒട്ടിയ വയറുമായി എന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ അയാളോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പട്ടിണിയുടെ കഥ പറഞ്ഞു. ഒന്ന് തിന്ന് വയറ് നിറഞ്ഞ് എനിക്ക് രണ്ടാമത്തെ തിന്നാൻ ആഗ്രഹമുണ്ടെങ്കിലും അയാൾ ഒന്ന് പോലും തിന്നിട്ടില്ലല്ലോ. ദിവസങ്ങളോളം പട്ടിണി കിടന്ന മനുഷ്യന്റെ കയ്യിലേക്ക് ഞാനത് വെച്ചു കൊടുത്തു. ആർത്തിയോടെ അയാൾ നിൽക്കുന്നു. അരവയറുമായിട്ടാണ് ഞാൻ പോയത്. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു നീ ആ ഒരു റൊട്ടിയുടെ കഷ്ണം ധർമ്മം കൊടുത്തതിന്റെ പ്രതിഫലമാണ് നിന്റെ ജീവിതം. നീ ഈ ജനങ്ങളുടെ ശല്യമായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രകാരം പടച്ചറപ്പ് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചതാണ്. അത് നീയും ഈ ജനങ്ങളും അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു. വറകിന്റെ കെട്ടടി അയാൾ കെട്ടടിച്ചു. ചരിത്രഗ്രന്ഥത്തിൽ മനോഹരമായി രേഖപ്പെടുത്തുന്നു. ആ വിറകിന്റെ കെട്ടിലെ ഒരു വിറക് കൊള്ളിക്ക് മുകളിൽ നിന്ന് വളരെയധികം രൂക്ഷതയുള്ള ഒരു കരിമൂർക്കൻ പാമ്പ് ഒരു കരിമൂർക്കൻ പാമ്പ് സ്പ്രിംഗ് പോലെ ഉയർന്നു വന്ന് ഇങ്ങനെ ആടിക്കളിച്ചു. ഇവനെ കൊല്ലാൻ വേണ്ടി പടച്ചറപ്പ് അതിൽ കയറ്റിവെച്ച ഒരു ജീവിയാണത്. ആ ജീവിക്ക് പടച്ചറപ്പ് നിർദ്ദേശം കൊടുത്തു. ഇവൻ ഇന്ന് രാവിലെ ഒരു വലിയ ദാനം ചെയ്തിട്ടുണ്ട്. ആ ദാനത്തിന്റെ പ്രതിഫലം അല്ലാഹു സ്വീകരിച്ചു, അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അല്പം കൂടി ആയുസ് കൊടുക്കണം അല്ലാഹു തീരുമാനിച്ചു. ഒരപ്പ കഷ്ടം ഒരു പാവപ്പെട്ടവന്റെ വയറ്റിലേക്ക് കൊടുത്തതിന്റെ പ്രതിഫലം അവന്റെ ജീവിതം അന്നേക്ക് തിരിച്ചു കിട്ടിയെങ്കിൽ ഓർക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഹദീസുണ്ട്. ലാ യൻഫഉൽ ഹദറു മിനൽ ഖദർ, ലാ യൻഫഉൽ ഹദറു മിനൽ ഖദർ. നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും പടച്ചറപ്പിന്റെ വിധിയെ തടുക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും കഴിയില്ല. നിങ്ങളൊക്കെ കുട്ടികളെ റോഡിലേക്ക് അയക്കുമ്പോൾ ശ്രദ്ധിച്ചു പോകണം മോനെ. വാഹനത്തിന്റെ ചാവി മകൻ എടുത്തു കൊടുക്കുമ്പോൾ പറയും മോനെ ശ്രദ്ധിച്ചോടിക്കണം മോനെ. അവന്റേതല്ലാതെ കുറ്റം കൊണ്ട് വാഹനം മറിഞ്ഞെന്ന് വരാം. റോഡ് സൈഡിലൂടെ തന്നെ പോയ കുട്ടിയുടെ അടുത്തേക്ക് ടയർ പൊട്ടി ലോറി ഇങ്ങോട്ട് വന്നു വരാം. എന്തും സംഭവിക്കാം. നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. അതിന്റെ അർത്ഥം ശ്രദ്ധ വേണ്ട എന്നല്ല. നബി തങ്ങളാണ് പഠിപ്പിച്ചത് ലാ യൻഫഉൽ ഹദർ. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. അൽ ഖദർ അല്ലാഹുവിന്റെ വിധി വരും. അല്ലാഹു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്താൻ തീരുമാനിച്ചാൽ, നിങ്ങൾ ആക്സിഡന്റ് ആവാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും അത് അല്ലാഹുവിന്റെ നിയമമാണ്, ഖദറാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് മാർഗങ്ങൾ രണ്ടേ മാർഗങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത് ശരി. ഏതാണ് 2 മാർഗം? ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തെ ദാനധർമ്മവും പ്രാർത്ഥനയും. ദുആ ചെയ്യലും സദഖ കൊടുക്കലും ചാരിറ്റി പ്രവർത്തനം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആർക്കും ഇപ്പോൾ നടത്താൻ നിർബന്ധമില്ല. പക്ഷെ അങ്ങനെയല്ല. ഇന്നമാ തുൻസറൂന വതുർസഖൂന ബിദുഅഫാഇകും. എന്താണ് ഹദീസിന്റെ അർത്ഥം? ഇന്നമാ തുൻസറൂന വതുർസഖൂന ബിദുഅഫാഇകും. നിങ്ങളുടെ കൂടെയുള്ള ബലഹീനരെ നിങ്ങൾ പരിഗണിക്കുന്നത് കൊണ്ടും അവരെ സഹായിക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ടുമാണ് അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണവും സഹായവും തരുന്നത്. നിങ്ങൾക്ക് ഭക്ഷണവും സഹായവും അല്ലാഹു തരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇവിടെയുള്ള പാവങ്ങളെ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഹിന്ദുവിന് കൊടുത്താലും കുഴപ്പമില്ല, ക്രിസ്ത്യാനിക്ക് കൊടുത്താലും കുഴപ്പമില്ല, ഏത് ജാതി കൊടുത്താലും കുഴപ്പമില്ല. പട്ടിക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിനാണെന്ന് പഠിപ്പിച്ച മതമാണ്. ദാനധർമ്മത്തിന്റെ പ്രത്യേകത എത്ര വലുതാണ്. ആ ദാനധർമ്മത്തിന്റെ പ്രത്യേകത പലപ്പോഴും സംഭാവന കിട്ടാൻ വേണ്ടി സദസ്സിൽ കേൾക്കുമ്പോൾ ഒരു ചെവിയിലൂടെ വിടുന്നു. പക്ഷേ ഫുഖറാക്കളായ പാവപ്പെട്ടവരായ ആളുകളോട് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അല്ലാഹു നിങ്ങൾക്കും ഒരു വലിയ പദവി നൽകി. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ റിലീഫ് കമ്മിറ്റി 1000 രൂപ വീതം ഈ പാവപ്പെട്ടവർക്ക് മാസാമാസം കൊടുക്കും. അവർ കൈ നീട്ടി വാങ്ങി. പെൻഷൻ കൊടുക്കണം, അവർ കൈ നീട്ടി വാങ്ങി. ഇതിനു വേണ്ടി പണം കൊടുക്കുന്നവരുണ്ട്. ബ്ലാത്തൂർ അബൂബക്കർ ഹാജി അല്ലാഹുവിനെ 10 ലക്ഷം രൂപ കൊടുത്തു. അല്ലാഹു അദ്ദേഹത്തിന് ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അല്ലാഹു വർദ്ധനവ് നൽകട്ടെ. ഈ നല്ല പ്രവർത്തനത്തിനുള്ള ആ മനസ്സ് അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടു. ആ മാതാവിന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കൈ മുകളിലാണ്, ഇത് വാങ്ങുന്നവന്റെ കൈ താഴെയാണ്. നിങ്ങൾ നോക്കണം, നമ്മുടെ ഈ സദസ്സിൽ വെച്ച് ഓരോരുത്തർക്ക് 1000ന്റെ കവർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പണം എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കൈ നീട്ടി വാങ്ങും. കൊടുക്കുന്ന റിലീഫ് കമ്മിറ്റിക്ക് കൈ മുകളിലാണ്, നമ്മുടെ കൈ മുകളിലും അവരുടെ കൈ താഴെയും. ഇതൊരു സാങ്കത്യമുള്ള സംഗതിയാണോ? നോക്കൂ നിങ്ങൾ, ഒരാള് മുകളിലും മറ്റൊരാൾ താഴെ. ഇതൊരു നീതി പുലരണ്ടേ? ഇതിനൊരു നീതി പുലരണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ ഒരാൾ കൊടുക്കുന്ന ആൾ മറ്റൊരാൾ വാങ്ങുന്ന ആൾ. അല്ലാഹു നീതിമാനാണ്, അല്ലാഹു നീതി പുലർത്തും. അതിന്റെ തെളിവാണ് ഒരു ഹദീസ്. അല്ലാഹുവിന്റെ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അക്സിറു മഅരിഫത്തുൽ ഫുഖറാഇ, നിങ്ങൾ ദരിദ്രരോടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം, പാവപ്പെട്ടവരുടെ ബന്ധം സുദൃഢമാക്കണം. എന്തിന്? ഫഇന്ന ലഹും ദൗല, ഈ പാവങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ ഇത് കൈനീട്ടി വാങ്ങുന്ന സാധുക്കൾക്ക് ഒരു അധികാരം വരുന്ന ദിവസം, പാവപ്പെട്ടവന് അധികാരം കയ്യിൽ കിട്ടുന്ന അവസരം അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ പറയുക, പാവങ്ങൾക്ക് അവകാശം അല്ലെങ്കിൽ അധികാരം വരുന്ന ഒരു ദിവസമുണ്ട്, അത് യൗമുൽ ഖിയാമത്ത്, പരലോകം. എന്താണ് കിട്ടുന്ന അധികാരം? ആ ദിവസം പരലോകത്ത് ഞാനും നിങ്ങളും ഇതുപോലെ മഹ്ശറിൽ നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ മഹ്ശറ വനസഭയിൽ മരിച്ച് നമ്മൾ ഒരുമിച്ച് കുടിച്ചു കൈ ഉയർത്തി സഹായം കൊടുത്തവരുണ്ടാവും, കൈ നീട്ടി വാങ്ങിയ ആളുണ്ടാവും. പാവം അല്ലാഹു ഒരു വിളിയാളം നടത്തും മലക്കുകൾ മുഖേന. പാവപ്പെട്ട മനുഷ്യരോട് പറയും, ആ പാവപ്പെട്ട മനുഷ്യരെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, ഒരു തരി ഭക്ഷണം നിങ്ങൾക്ക് തന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഒരു തുള്ളി വെള്ളം നിങ്ങളെ കുടിപ്പിച്ച ആളുകൾ ഈ സദസ്സിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളെ ജീവിതത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്തു തന്ന ആരെങ്കിലും ഈ സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ആളുകൾക്ക് അവരെ തെരഞ്ഞു പിടിക്കാൻ ഒരു കഴിവ് പടച്ചിറപ്പ് കൊടുക്കും. വീടുണ്ടാക്കാൻ സഹായിച്ചവൻ, രോഗിക്ക് സഹായം കൊടുത്തവൻ, അതുപോലെ എന്ത് സഹായം പാവങ്ങൾക്ക് കൊടുത്തവൻ ആരാണോ കൊടുത്തവൻ അവന്റെ കൈ പിടിച്ചവർ കൊണ്ടുവരുന്നു. ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഈ സഹായം കൊടുത്ത വ്യക്തിയെ കൈ പിടിച്ചു കൊണ്ടുവരാൻ കമ്മിറ്റിക്കാരൻ മുഴുവൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയും, പടച്ചവനെ, എനിക്ക് ജീവിതത്തിൽ ഇവരൊക്കെ കൂടി പെൻഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വീടുണ്ടാക്കി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ ഇവരെ സഹായം ചെയ്തിട്ടുണ്ട്. തുറന്നിങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോൾ ഈ ചാരിറ്റി ചെയ്ത നല്ലവർ ഒരു ഭാഗത്ത് കൂട്ടി നിർത്തിയിട്ട് ആ സഹായം നേടിയ പാവങ്ങളോട് പറയും, അവന്റെ കയ്യിൽ നീ പിടിച്ചോ. അവരെ കൈ പോയിട്ട് പിടിക്കാൻ പറയും. ഈ കമ്മിറ്റിയുടെ അങ്ങനെ കൈ പിടിക്കാൻ പറയും. അപ്പൊ അവരെ കൈ മേലെ നിങ്ങളെ കൈ അവർ പിടിച്ചു. അല്ലാഹു നീതി നടപ്പാക്കി. എന്നിട്ട് പറയും, സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. അവരെ കയ്യിൽ ശിർക്കല്ലാത്ത മറ്റെന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അവരെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. അവരെ സ്വർഗത്തിലേക്ക് നിങ്ങൾ തള്ളിക്കൊണ്ട് പോയിക്കൊള്ളൂ എന്ന് അല്ലാഹു ഈ പാവപ്പെട്ടവന് അധികാരം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കാര്യമല്ല.